ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് കുട്ടികൾ അടുത്തുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുക. ഇത് കുട്ടികൾക്ക് കാണേണ്ട ഒരു വീഡിയോ അല്ല, ആദ്യം തന്നെ അറിയിക്കുന്നു. അവനെ പോലെ ഒരു പൂർവിമോൻ ലോകത്തില്ല. പന്ന തായോളി പൂർവിമോൻ. അവനെ ഇങ്ങനെ സേവിച്ചുകൊണ്ട് നടക്കുന്നവരാ, തള്ളയും കൂടെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നവരാ, സ്വന്തം തള്ളയെ കൂട്ടി കൊടുക്കുന്നവനാ മോദിയെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. അവനെ പോലെ ഒരു പൂർവിമോൻ ലോകം കണ്ട ഏറ്റവും കണ്ട ഫ്രോഡാണ് മൈരൻ മോദി തായോളി. പട്ടി പൂർവിമോനെ ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? തന്തയ്ക്കുണ്ടായ മൈരക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അല്ല, അത് കൊള്ളണവിടെ, അത് കൊള്ളണ്ടേ? ഞങ്ങളൊക്കെ ഒരു തന്തയ്ക്ക് ഉള്ളവരാണ്. തന്ത ഇല്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണത്തില്ലായിരിക്കും, ചിലപ്പോൾ പിണങ്ങിയൊക്കെ പോയായിരിക്കും. പക്ഷെ പല തന്തയ്ക്കുണ്ടായ 100 തന്തയ്ക്കുണ്ടാക്കിയ 6 കുട്ടികളാണ് അവനെ ഊക്കിക്കൊണ്ട് കിടക്കുന്നത്. തള്ളയെ ഊക്കിയാലും കുഴപ്പമില്ല, മോദിയാണ് എന്റെ തന്തയെന്ന് പറയുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നൂടെ? അതെങ്ങനെയുണ്ട്? അത് കൊള്ളായിരുന്ന ശബരിമലയിലെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സുപ്രീം കോടതി കൊള്ളത്തില്ല. അവനവന്റെ മോദിയുടെ ഊക്ക് പറഞ്ഞപ്പോഴത്തേക്ക് കൊള്ളാം, സുപ്രീം കോടതി കൊള്ളാം. നല്ല 1-ാം തരം പൂർവ്വം തായോളിയാണ് അവൻ. ആ മൈരന്റെ കാര്യം പറയല്ലേ? അത് പറഞ്ഞ തത്തയ്ക്ക് വിളിക്കല്ലേ, ഞങ്ങൾ തിരിച്ചു പറയും കേട്ടോ. പൂർവിമോന്റെ കാര്യം പറയാൻ വന്ന അതുപോലെ തെറിയെ കൂടെ തെറി വിളിക്കണം. എന്റെ അഭിപ്രായം ഡെയിലി ഗ്രൂപ്പിട്ട് തെറി വിളിക്കുന്നത് കിട്ടിയ 2 പൊട്ടിക്കുകയും ചെയ്യും. ഒരു മൈക്ക് വെച്ചിട്ട് വീടിന്റെ അടുത്ത് പറഞ്ഞ ആളുകളെ വെടിവെച്ചും കുത്തി കൊല്ലുന്ന പട്ടി തായോളിയുടെ അടുത്ത് ഈ ഏരിയയിൽ അങ്ങ് വന്നു വരുന്നു പറ. അവന്റെ ബാലാട്ടി പട്ടികൾ വന്നാൽ അവരെ ഇതേ അവസ്ഥ തന്നെയാണ്. അന്തയ്ക്ക് പറയുന്നത് നിങ്ങൾ എന്നും തെറി വിളിക്കണം. അമ്മയെ കുത്തി കൊടുത്ത മൈരെ കള്ളത്തായോളിക്ക് പലതന്തയ്ക്കുണ്ടായ മൈരിയൊക്കെ ഇങ്ങനെയൊക്കെ തോന്നൂടെ? പെണ്ണുങ്ങളെ തലേക്കുന്ന ഇയാൾ അമ്മയെ കെട്ടിച്ചു അമ്മയെ കെട്ടിച്ചു കൊടുക്കാം. അമ്മയെ കെട്ടിച്ചു കൊടുത്ത് അച്ഛാന്ന് വിളി മോദിയെ. എന്ത് തെറിയുടെ ന്യായമായ ഒരു കാര്യമല്ല. ഇത്രയും പറ്റിയൊരു യുദ്ധപുരുഷനെ നിങ്ങൾ അച്ഛാന്ന് വിളിക്കൂ. അത് മാത്രമേ റിക്വസ്റ്റ് ഉള്ളൂ. നന്മയ്ക്ക് വേണ്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഈ പൂർവിമാനെ കൊല്ലാനാണെങ്കിൽ ബോംബ് വയ്ക്കാൻ തയ്യാറില്ല. തെറി കേട്ടിട്ട് ഈ ഫെമിനിച്ചി താത്തയുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്താണെന്ന് ഉറപ്പായി. ഇതാണ് ഷഫീന ബീവി. വലിയ ഫെമിനിച്ചി താത്തയാണ്. ക്ലബ് ഹൗസിലൊക്കെ വന്ന് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി കോര പ്രസംഗിക്കുന്ന ഒരു ഫെമിനിച്ചിയാണിവൾ. എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ BJP പ്രവർത്തകരോടാ, ഉളുപ്പില്ലെങ്കിൽ നിങ്ങൾ പാർട്ടിയിൽ നിന്നൊക്കെ രാജിവെച്ച് പുറത്തു പോവുക. ഇവളെ പോലെയുള്ളവൾ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ പറഞ്ഞിട്ട് നിങ്ങൾ ഇവക്കെതിരെ ഒന്നും ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയിലെ അണികളെയാണ്. അവരുടെ നേതാക്കൾക്കെതിരെ ആരെയും ഒരാൾ ശബ്ദമുയർത്തിയാൽ ആ അണികൾ അവരുടെ കാര്യം നോക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ തല്ലാനും കൊല്ലാനും ഒന്നും പോകാനല്ല പറയുന്നത്. ഇവക്കെതിരെ കേസ് കൊടുത്ത് ഇവളെ ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ പദവി എന്താണെന്ന് ഇവക്ക് പഠിപ്പിച്ചു കൊടുക്കണം. കേസ് കൊടുക്കണം ഇവളുടെ പേരിൽ. നിങ്ങളെല്ലാവരും കേരളത്തിൽ നിന്ന് ഓരോരുത്തരോരോ BJP പ്രവർത്തകരും ഇവക്കെതിരെ കേസ് കൊടുക്കണം. അങ്ങനെ വേണം ഇവളെ ഒരു പാഠം പഠിപ്പിക്കാൻ.